ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 50ാം NSS കരയോഗത്തിൻ്റെ പൊതുസമ്മേളനവും അതേപോലെ കുടുംബമേളയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളും കൂടിയിട്ട് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ ആയിരിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ 9:30ക്കാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 10:30 ആയി തുടങ്ങുമ്പോഴേക്കും എല്ലാവരും വന്നു. അവരുടെയൊക്കെ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് തന്നെ എല്ലാവരും ദീപം കൊളുത്തലും പുഷ്പാർച്ചന നടത്തലൊക്കെ ആയിരുന്നു ആദ്യത്തെ കുറച്ച് മെയിൻ പരിപാടികളെന്ന് പറഞ്ഞത്. അതിലത്തെ മെയിനായിട്ടുള്ള ആളുകളെല്ലാവരും വിളക്ക് കൊളുത്തിയതിന് ശേഷം പുഷ്പാർച്ചന നടത്തി. അതിനുശേഷം ഓരോ വർഷത്തെ വാർഷിക ബഡ്ജറ്റും ആർക്കൊക്കെ നമ്മൾ സഹായങ്ങൾ കൊടുത്തിരുന്നു, എന്തൊക്കെയാണ് ആ ഒരു വർഷക്കാലം ചെയ്തിരുന്ന കാര്യങ്ങൾ, അങ്ങനെ പ്രവർത്തന റിപ്പോർട്ടൊക്കെ ആയിരുന്നു വായനയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം അവിടെ വന്നിരുന്ന കുട്ടികൾക്ക് ക്യാഷ് അവാർഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാ 10th മുതൽ PG വരെ പഠിത്തം കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെയൊക്കെ ഓരോ സെക്ഷനായിട്ട് ക്യാഷ് അവാർഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഓരോ ഹിന്ദു കുടുംബങ്ങളിലും ഉള്ള ആളുകൾ, പ്രത്യേകിച്ച് നായർ സമുദായത്തിലുള്ള ആളുകളെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണല്ലോ NSS എന്നൊക്കെ പറയുമ്പോൾ. അപ്പം നമ്മുടെ കുടുംബ ജീവിതത്തിൽ കുട്ടികൾ ആധ്യാത്മിക ചിന്തനെക്കുറിച്ച് എത്രത്തോളം ബോധവാന്മാരാകണം, അല്ലെങ്കിൽ അതിനെ സമൂഹത്തിനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എത്രത്തോളം, ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ന്യൂസുകളെല്ലാം വളരെ മോശമായിട്ടുള്ള കുറേ കാര്യങ്ങളാണല്ലേ. അപ്പോൾ കുട്ടികളിൽ തന്നെ അത്തരത്തിലുള്ള ആധ്യാത്മിക ചിന്തകൾ കൊണ്ടുവരികയാണെങ്കിൽ ഒരു നല്ലൊരു സമൂഹത്തിനെ വാർത്തെടുക്കാം എന്നുള്ളൊരു മെസ്സേജ് തന്നെയായിരുന്നു അവിടെ പ്രധാനമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇന്ന് പല വീടുകളും ന്യൂക്ലിയർ ഫാമിലിയാണ്. പലരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. എല്ലാവരും ബിസിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രത്യാഘാതങ്ങളാണ് പിന്നീട് കുടുംബജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ ചുരുക്കം എന്ന് പറയുന്നത്. അതിനുശേഷം കുട്ടികളുടെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കുട്ടികൾ മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അപ്പൂട്ടൻ പോയിട്ട് ക്യാഷ് അവാർഡ് വാങ്ങിക്കുകയാണ്. കാരണം നന്ദൂട്ടിക്കുള്ളതായിരുന്നു +2ൻ്റെ ബേസിൽ വരുന്നത്. അപ്പോൾ അവളില്ലാത്തതുകൊണ്ട് അപ്പൂനെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്യാഷ് അവാർഡ് വാങ്ങാൻ വേണ്ടി അവിടുന്ന് കയറിയതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കൂടിയിട്ടൊന്ന് എടുത്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ശേഷം കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതും ഇന്ന് വന്ന മീറ്റിങ്ങിലെന്ന് പറഞ്ഞാൽ കുറച്ച് കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആകെ ഒരു 5-6 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
സത്യമാണം അനുഭവം അനുശരതന്മയാണം. അപ്പോൾ ഇന്നത്തെ കരയോഗത്തിൽ പരിപാടി അവതരിപ്പിച്ച എല്ലാ കുട്ടികൾക്കും ഒരു ചെറിയ രീതിയിലുള്ളൊരു പ്രോത്സാഹന സമ്മാനം എന്നുള്ള ലെവലിൽ ചെറിയ മൊമെൻ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവർക്കൊരു മോട്ടിവേഷൻ കൂടിയാണല്ലോ അവരൊരു പ്രോഗ്രാം അവതരിപ്പിച്ച് കിട്ടുമ്പോൾ കുട്ടികൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഒരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഒരാളെ പോലും ഒഴിവാക്കാതെ പ്രാർത്ഥന ചൊല്ലിയ കുട്ടി മുതൽ അന്ന് പരിപാടി അവതരിപ്പിച്ച എല്ലാവർക്കുമാണ് മൊമെൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ചടങ്ങാണ് ഇപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് സദ്യ ഉണ്ടായിരുന്നു. അവിടെ വന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ അവിടെ സദ്യ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാനിങ്ങനെ പോകുമ്പം കുറച്ചിങ്ങനെ വീഡിയോസൊക്കെ എടുത്തു എന്ന് മാത്രം. ഒറ്റപ്പാലം NSS സ്കൂളിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു കുടുംബയോഗം ഉണ്ടായിരുന്നത്. അപ്പോൾ NSS സ്കൂളിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, എന്താണ് ചെനക്കത്തൂർ പൂരം, പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു പൂരം തന്നെ തോട്ടക്കര ദേശത്തിൻ്റെ എല്ലാം ആ പൂരവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെല്ലാം ഈ സ്കൂൾ ഗ്രൗണ്ടിലാണ് നടക്കാറുള്ളത്. അപ്പോൾ അപ്പുവിൻ്റെ സ്കൂളും കൂടി ആയതുകൊണ്ട് അപ്പു ഇങ്ങനെ ഓടിച്ചാടി കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഒരു പന്തിയിലുള്ള ആളുകളൊക്കെ ഭക്ഷണത്തിന് വേണ്ടി ഇരുന്നു. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് റൗണ്ടിലാണ് ഇരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുവരേക്കും ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ സദ്യ കഴിക്കുന്ന ആ ഭാഗത്തേക്ക് എത്തി. ആദ്യത്തെ ട്രിപ്പിലുള്ളവരൊക്കെ കഴിച്ച് കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ട്രിപ്പിൽ ഞങ്ങളും കയറി. കുറച്ച് ആളുകൾ തന്നെയാണല്ലോ, ചെറിയൊരു റൂമായിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സദ്യയ്ക്ക് ശേഷം ഞങ്ങളുടെ കൂടെയുള്ള കുറച്ച് ആളുകളും കൂടി ഒരുമിച്ച് പോവാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവരെയും കൂടി, അതായത് മൂന്നാമത്തെ ഒരു പന്തിയിലും കൂടി ആളുകളുണ്ടായിരുന്നു, അവരെയും കൂടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് വെറുതെ ഇങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അത്രയും വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എൻട്രൻസ് എന്നൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഫോട്ടോസൊന്നും. പിന്നെ അങ്ങനെ വന്നപ്പോഴാണ് അവിടെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അവിടെ കുറേ ഒതുക്കുകൾ, സ്റ്റെപ്പുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുട്ടികൾക്ക് ഓടിച്ചാടി കളിക്കാൻ പാകത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. നല്ല കാറ്റും ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ അത് നല്ല രസമായിരുന്നു. അപ്പോൾ അവർ വരുന്നവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സമയം പോകണ്ടേന്ന് വിചാരിച്ചിട്ട് അപ്പം ഉണ്ടാക്കിയ ചെറിയ ചെറിയ വീഡിയോസും ഫോട്ടോസും ഒക്കെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കുറച്ച് മുന്നിലായിട്ട് ഒരു എന്താ പറയുക, കുട്ടി മതിൽ കെട്ടിയിട്ടുള്ള ഒരു ഭാഗമൊക്കെ ഉണ്ടായിരുന്നു. മതിൽ കെട്ടി വേർതിരിച്ച ഭാഗമായിരുന്നു അത്. അവിടെയൊക്കെ ഇരിക്കാൻ നല്ല രസമായിരുന്നു. അതേപോലെ തന്നെ കിളികൾക്ക് വേനൽക്കാലത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനുള്ള ചട്ടികളും ഒക്കെ അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അതൊരു 3-4 മരത്തിൻ്റെ താഴെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് പോയ സമയത്താണ് അവിടെ നല്ല ഭംഗിയുള്ള, ശരിക്കും പറഞ്ഞാൽ തെച്ചിപ്പൂ പോലെ, തെച്ചിയാണെന്ന് തോന്നുന്നില്ല. പക്ഷെ അത് ഞാൻ അറുത്തെടുക്കാൻ നോക്കിയപ്പോൾ കിട്ടുന്നില്ല. നല്ല കടിയും കിട്ടി, നല്ല ഉറുമ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആകെ കയ്യൊക്കെ വേവിച്ചപ്പോൾ വേഗം ഇട്ടിട്ട് പോന്നു. പിന്നെ ഞാൻ അവിടെ തന്നെ ഇരുന്നു, ആൾക്കാർ വരുന്നവരേക്ക്. അപ്പോൾ വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി വരുന്നവരെ വെയിറ്റ് ചെയ്തതാണ്. അങ്ങനെ കഴിഞ്ഞു, അവരെത്തി, കൂടുള്ളവരൊക്കെ എത്തി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും